ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണ്. സൺഡേ ഈവനിങ് ആയപ്പോഴേ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയാണ് പ്ലാവല ഒടിക്കാനായിട്ട് വന്നതാണേ. ഇപ്പോൾ ഈയിടെയായിട്ടേ ഈ യൂട്യൂബിൽ ഫുള്ള് ഈ പ്ലാവല വെച്ചിട്ടുള്ള കുമ്പിളപ്പം ഉണ്ടാക്കുന്ന കാണുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണേ. പ്ലാവല വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ ഒരു കുഞ്ഞ് കാന്താരി ഉണ്ടായിരുന്നു. അതിനകത്ത് നിറയെ മുളക് പിടിച്ച് പോകണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ അതുകൂടിയൊക്കെ ഒന്ന് പിച്ചെടുക്കുമായിരുന്നേ മണിയണ്ണൻ. ഇങ്ങനൊരു കാന്താരിയാണ്, പക്ഷേ അതിനകത്ത് അത്യാവശ്യം നിറയെ മുളകുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം പിച്ചെടുത്ത് പിന്നെ നമ്മളുടെ പരിപാടി ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് സംരക്ഷിക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. ഈ പൊന്നാങ്കണ്ണി ചീര ഞാൻ ഒരു 4-5 വർഷം മുമ്പ്, അതായത് കൊറോണ ടൈമിൽ ഓൺലൈന് വാങ്ങിച്ചതാണ്. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. അന്ന് ഞാൻ കാണുന്നൊരു ചാനലുണ്ടായിരുന്നു, ലതാസ് കിച്ചൺ വേൾഡ് എന്നും പറഞ്ഞ്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അന്ന് ഞാൻ ഓൺലൈന് വാങ്ങിച്ചതായിരുന്നേ. ഇപ്പോൾ ഈ ചട്ടിയും പിടിച്ചുകൊണ്ട് ഞാനിരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ആ പൊന്നാങ്കണ്ണി ചീര വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ചട്ടി വാങ്ങിച്ച്, ചീര നടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി വാങ്ങിച്ചിട്ട് ആ ചട്ടി മോൾഡാക്കി അത് വെച്ചിട്ട് ഞാൻ അന്ന് ഇതേപോലെ 4-5 ചട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരുന്നു നമ്മളന്ന് പൊന്നാങ്കണ്ണി ചീര നട്ട് പിടിപ്പിച്ചെടുത്തത്. അത് പറയുമ്പോഴേ എന്നെ മണിയണ്ണനും സച്ചിക്കുട്ടനും ഒന്ന് കളിയാക്കുമായിരുന്നേ, ഞാൻ മിടുക്കിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ തലയാട്ടി സമ്മതിച്ചു കൊടുത്തതാണ്, അതെ ഞാൻ മിടുക്കിയാണെന്ന്. ആ പൊന്നാങ്കണ്ണി ചീര കൊണ്ടുവന്ന് നമ്മൾ ആ 4-5 ചട്ടിയിലോട്ടൊക്കെ നട്ട് കിളിപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. ഓൺലൈന് വാങ്ങിച്ച ഒരു സാധനം കിളിച്ചൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ചട്ടിയിലൊക്കെ ഇതങ്ങ് നിറഞ്ഞു വന്ന് നമ്മൾ ഇച്ചിരി ഇത് തോരൻ വയ്ക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തണ്ടുകൾ കൊണ്ട് ഓരോരോ ചട്ടിയിലാക്കി ഒരുപാട് ചട്ടികളിലായി. പിന്നെ ഞാനിതിനെ തറയിലോട്ട് നടാൻ തുടങ്ങി. തറയിലോട്ട് നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പിന്നെ പടന്ന് ചെല്ലാത്ത ഇടമില്ല. പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായ അയ്യം മുഴുവന്. പിന്നെ ഞാൻ അയലത്തുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നേ. അവർക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണോ എന്തോ മൊത്തത്തിൽ കാടാവുന്നെന്ന് പറഞ്ഞാൽ അവരൊക്കെ പിഴുത് കളഞ്ഞ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് അവിടെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കും. തറയിൽ നട്ട് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ നട്ടാൽ ഒതുങ്ങി ആ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വളർന്നോളും. ബുഷ് പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുവാണേ. കാണാനുള്ള ഭംഗി പോലെ തന്നെ ആളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കണ്ണിന് കാഴ്ചശക്തി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ പൊന്നാങ്കണ്ണി ചീര. കണ്ണിനെ പൊന്നാക്കുന്നു എന്ന ആ ഒരു സത്യത്തിൽ നിന്നാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര എന്ന പേര് തന്നെ ഇതിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിഡ്നിയുടെ സംരക്ഷണത്തിന്, മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ, പിന്നെ ശരീരത്തിന് വേണ്ട ഒട്ടുമിക്ക മൂലകങ്ങളും ഇതിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളിപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ശല്യമായി. ആകെപ്പാടെ പടർന്ന് ഇവിടെ എല്ലാം കാട് കയറി കിടക്കുമായിരുന്നേ. അങ്ങനെ മണിയാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് ഇതിനെല്ലാം അങ്ങ് പിഴുത് കളഞ്ഞേ. അങ്ങനെ എല്ലാം കളഞ്ഞ സമയത്ത് ഒരു 2 മൂട് എടുത്ത് നമ്മുടെ തൊഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് മണിയെണ്ണ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എടുത്തിപ്പോൾ ഈ ചട്ടികളിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണ്ടേ എൻ്റെ സ്വന്തം ചട്ടി, ഞാൻ നിർമ്മിച്ച എൻ്റെ ചട്ടി, ആദ്യമായിട്ടുണ്ടാക്കിയ ചട്ടിയായിരുന്നു കേട്ടോ ഇത്. അതിലേക്ക് അടിയിലോട്ട് നമ്മളിങ്ങനെ കുറേ പച്ചിലയും കരിയിലയും ഒക്കെ വാരിയിട്ടിട്ട് പിന്നെ മണ്ണിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് പിന്നെ ചാണകപ്പൊടി ഇട്ട്, പിന്നെ ചാണകപ്പൊടിയുടെ മേലെ പിന്നെ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നട്ടതിനെല്ലാം ഒന്ന് നനച്ച് കൊടുക്കുവാണേ. പൊന്നാങ്കണ്ണി ചീര വെച്ച കൂട്ടത്തിൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയും കൂടി ഒരു ചട്ടിയിലോട്ട് ഞാൻ ആക്കിയായിരുന്നു. ഒരു കരച്ചട്ടി പഴയത് കിടന്നതിനകത്തോട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നട്ട് കൊടുത്ത ആ ഒരു തക്കാളിയൊക്കെ ഉണ്ടല്ലോ, ആ തക്കാളിയും വെണ്ടയും മുളകും ഒക്കെ നല്ലപോലെ കിളിച്ച് വന്ന് വഴുതന 1-2 എണ്ണം പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം മണ്ട വെട്ടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ എല്ലാം മണ്ട ഒന്ന് നുള്ളി കൊടുക്കുകയാണ്. നമ്മളങ്ങനെ മണ്ട നുള്ളി കൊടുത്താൽ മാത്രമാണ് അതിലേക്ക് കൂടുതൽ ശിഖരങ്ങൾ വന്ന് ഇത് നല്ല വൃത്തിക്ക് വളരുന്നത്. അല്ലെങ്കിൽ ചുമ്മാ അതിങ്ങനെ ഒറ്റത്തടിയായിട്ട് മുകളിൽ പോയിട്ട് 1-2 തക്കാളി മാത്രമേ പിടിക്കത്തുള്ളൂ. അങ്ങനെ അതിനിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ചപ്പം പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയേ. പിന്നെ ഞാൻ അതിലേക്ക് കമ്പൊക്കെ കുത്തി കൊടുത്ത് അതിനൊന്ന് കെട്ടിയൊക്കെ നിർത്തുമായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ സന്ധ്യയായി നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ കമ്പൊക്കെ ഒന്ന് ഒത കൊടുത്ത് അതിനെ കെട്ടിയൊക്കെ അങ്ങ് നിർത്തി. കാരണം പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അത് നടക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പം തന്നെ അതങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം അമ്മ നിൽക്കാനായിട്ട് വന്നതാണേ. ഇങ്ങനെ വന്ന് ഒന്ന് എത്തി നോക്കും പോകും എന്നല്ലാതെ നിൽക്കാനായിട്ട് വല്ലപ്പോഴും കേട്ടോ വരുന്നത്. അങ്ങനെ അമ്മാമ്മയും കൊച്ചുമോനോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പിച്ച് വെച്ചിട്ടാണ് നമ്മൾ പുറത്തെ പരിപാടികൾക്കായിട്ട് പോയത്. പിന്നെ വന്നതാണ്ട് കുമ്പിളപ്പത്തിന് ഈ പ്രാവശ്യം അരിപ്പൊടിയാണ് കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തത്. പിന്നെ എൻ്റെ കുമ്പിൾ കുത്തി വെക്കുമായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ പ്ലാവല വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ഇതങ്ങ് ഒരു തരംഗമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണേ. ഈ കുമ്പിൾ ശരിയാവുന്നില്ലടേ, ഇങ്ങനെ വരണോടെ ഐസ്ക്രീമിനെ പോലെ ഞാൻ കുത്തുന്നു. ആ ചെവിട്ടി ഒരു ചെറിയ ക്യാപ്പ് ഇടുക മോളെ അമ്മ. ഞാൻ അങ്ങനെ ഗ്യാപ്പ് വേണ്ടെന്നാ ഞാൻ പറയുന്നത്. ചെറിയ ഗ്യാപ്പ് ഇട്ടുമ്പോണ്ടല്ലേ പെട്ടെന്ന് വേവും. ഈ മേളിൽ കൂടെ കയറത്തില്ല, വലിയ തെരളി കുമ്പിള് കുത്താതെ ഉണ്ടാക്കുന്ന. അതിൻ്റെ ഇടയ്ക്ക് താണ്ടെ ഞങ്ങൾ സംസാരിക്കുന്നത് ഒന്ന് ആഡ് ചെയ്തതാണേ. പിന്നെ ഞാനും അമ്മയുടെ കുമ്പിളൊക്കെ കുത്തി വെച്ച് മാവും കുഴച്ച് വെച്ചിട്ട് എന്നാൽ പിന്നെ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നതാണേ. അപ്പോഴത്തേക്ക് അമ്മ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ സച്ചിക്കുട്ടനും നിച്ചിക്കുട്ടനും ഉണ്ട്. 2 പേർക്കും അന്നേരം ക്യാമറാമാന്മാരായാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ പിന്നെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നമ്മുടെ അമ്മമാർ വന്നാൽ പിന്നെ നമുക്ക് കാര്യം പറയാനായിട്ട് ഇഷ്ടം പോലെ കാണുമല്ലോ.
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്തതെങ്കിലും വളരെ സക്സസ് ആയിട്ട് കിട്ടി എന്നുള്ളതാണ് സത്യം. നല്ലതായിരുന്നു കേട്ടോ. ഇങ്ങനെ കുമ്പിൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ സാധാരണ വയനയില വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇത് ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ അകത്തിങ്ങനെ ഫില്ലിങ്സ് വെച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അകത്തൊരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ ശർക്കര തേങ്ങ മിക്സൊക്കെ ചേർത്ത് പിന്നെ ഒരടപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ആ അടപ്പ് വെച്ചിട്ട് അതിനെ മൂടുമായിരുന്നു ചെയ്തത്. കുമ്പിളൊക്കെ റെഡിയാക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ദാണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിപ്പോൾ തിളച്ച് വന്ന് അതിലേക്ക് നമ്മൾ കണ്ടിനി ഓരോ കുമ്പിളപ്പോൾ ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കാവേ. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അമ്മ വന്നത്. അമ്മ പിന്നെ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ എല്ലാവരും അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളിനി ഇത് അടുത്ത ദിവസത്തേക്കാക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ രാവിലെയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് അധികം ഓടത്തില്ല കേട്ടോ. തീരെയും നിവർത്തിയില്ലെങ്കിൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പൈസി ആയിട്ടുള്ളതൊക്കെയാണ് വേണ്ടത്. കുമ്പിളപ്പം എല്ലാം പറക്കി അടപ്പേ വെച്ചിട്ട് പിന്നെ നമ്മൾ കണ്ട് അത്താഴം കഴിക്കാനായിട്ട് പോയി. അത്താഴത്തിന് കൊഞ്ച് കറിയായിരുന്നേ, കൊഞ്ച് മുരിങ്ങയ്ക്ക ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചതും പിന്നെ നമ്മുടെ കണവ തോരന് വരുന്നേ. പിന്നെ ഞാനൊരു ഇത്തിരി അടമാങ്ങ അച്ചാർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അത്താഴം കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുമ്പിളപ്പം തന്നെ റെഡിയായി. ചൂടോട് തന്നെ അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പിന്നെ കിടന്നത്. നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായിട്ട് കിട്ടിയേ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം അത് എത്രത്തോളം സോഫ്റ്റ് ആയിരുന്നു എന്ന്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.